എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും കാണുവാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ യോഹന്നാൻസിലെ എഴുതിയ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിത്യജീവൻ വേണമോ? അതോ നമുക്ക് ഈ ലോകത്തെ ജീവിതം മതിയോ? ഈ ലോകം ജീവിച്ച് അവസാനിക്കാനുള്ളതാണോ നമ്മളുടെ ജീവിതം? നമുക്കിനി ഒരു നിത്യജീവനുണ്ട്. ആ നിത്യജീവനെ നമ്മൾ കരസ്ഥമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ അറിയണം. ഹല്ലേലൂയ. പിതാവ് അയച്ച യേശുവിനെ അറിയുമ്പോഴാണ് നമുക്ക് ആ അറിവിൽ വളരാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് യേശുവിൻ്റെ അറിവിൽ വളരാം. ഒരു നിത്യജീവൻ അവകാശികളായി നമുക്ക് മാറാം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്നേഹിക്കുകയും യേശുവിൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് യേശു എത്ര തലമുറ വരെ കരുണ കാണിക്കുമെന്ന് പറഞ്ഞത്? 1000 തലമുറ വരെയും കരുണ കാണിക്കും. അങ്ങനെയാണ് യേശുവിൻ്റെ കൃപ, അങ്ങനെയാണ് യേശുവിൻ്റെ കരുണ, അങ്ങനെയാണ് യേശുവിൻ്റെ വിശ്വസ്തത. നമുക്ക് ആ വിശ്വസ്തതയിൽ നിറയാം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹത്തെ നമുക്ക് വർണ്ണിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് പ്രത്യേകമായ ഒരു പ്രാർത്ഥന നിയോഗം ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു. തൻ്റെ മദറിലോ കാലെല്ലാം പഴുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വെള്ളിയാഴ്ച കാലിൻ്റെ കുറേ ഭാഗം മുറിച്ചു മാറ്റുകയാണ്. നമുക്ക് ആ സഹോദരി, ആ സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പുള്ളിക്കാരിയുടെ കാല് നന്നായി ഓപ്പറേഷൻ കഴിയാനും നല്ലപോലെ ഉണങ്ങുവാനും ഒക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ആൻറ്റിയുടെ പേര് കർമ്മലിത്ത എന്നാണ്. കർമ്മലിത്ത മാതാവിൻ്റെ പെരുന്നാൾ എല്ലാവരും കൊണ്ടാടുകയാണല്ലോ. കർമ്മലിത്ത എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ കേൾക്കുന്ന വചനം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു നിമിഷത്തെ ഒരു ചിന്ത നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ ആ രോഗി സൗഖ്യം പ്രാപിക്കും. അത് വിശ്വസിക്കുക. നമ്മൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥന ചോദിച്ചാൽ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. രോഗാവസ്ഥയിൽ ആശുപത്രിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ എല്ലാം സൗഖ്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. പിതാവേ, കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഭവനമില്ലാതെ വാടകയ്ക്ക് കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. സർവശക്ത, ഇന്ന് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. അതോടൊപ്പം കർത്താവേ, ഇന്ന് രോഗാവസ്ഥ കണ്ടുപിടിക്കാതെ ഒരുപാട് ജനം, കർത്താവെ, പലരും വിളിച്ചു പറഞ്ഞ് രോഗം എന്തോന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ചികിത്സിക്കുന്നു, പക്ഷേ സൗഖ്യപ്പെടുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ കരം അവരെ കൂടിയിരിക്കണമേ, സൗഖ്യപ്പെടുത്തുവാൻ. കർത്താവെ, ഡോക്ടർമാർക്കൊരു കഴിവ് അങ്ങ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കഴിവ് ഉപയോഗിച്ച് രോഗികൾക്ക് സൗഖ്യപ്പെടാനുള്ള മരുന്നുകൾ ചെയ്യുവാനുള്ള കൃപ അവരുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രാർത്ഥന ആവശ്യമുള്ള മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവർക്കെല്ലാവർക്കും അങ്ങ് അനുഗ്രഹം ചൊരിയണമേ, കൃപയാൽ നിറയ്ക്കണമേ. പലവിധ രോഗത്താലും പലവിധ ഭാരത്താലും പലവിധ ജോലിയാലും ഭാരപ്പെടുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, അവരുടെ മേൽ അങ്ങയുടെ അനന്തമായ സ്നേഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കരുണയുള്ള കർത്താവെ, അങ്ങയുടെ കരുണയാർന്ന കരം നീട്ടി ഓരോ മക്കളെയും വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ വാത്സല്യ സ്നേഹം ഓരോ മക്കളുടെ മേലും ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു പിതാവേ, സ്തുതിക്കുന്നു. മാനവരാശിയുടെ ഉടയവനായ സ്വർഗീയ പിതാവിൻ്റെ തൃക്കരങ്ങളിലേക്ക് അങ്ങയുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ അപ്പ. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. സ്തുതി പിതാവേ, അങ്ങ് പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നതിനാൽ സ്തുതിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ എല്ലാം കർത്താവിൻ്റെ ഉള്ളം കരങ്ങളിൽ കൊണ്ടു നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.